ഇത്രയും ദൈവത്തിൻ്റെ വന്യനാമത്തിന് മാത്രം പറഞ്ഞിട്ട് ദൈവമായ കർത്താവേ, നിൻ്റെ വചനം ഞങ്ങൾക്ക് വഴിയായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ ചുരുങ്ങിയ നേരത്തെ കൂട്ടായ്മയിൽ നിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാഥ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ധാരാളമായി തന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, കൂടെ ഒന്ന് സഹായിക്കണമേ. ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുടെ ഓർക്കണമേ. ആമേൻ. പ്രത്യേകിച്ച് ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഇന്ന് വെറുതെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആലോചിച്ച കുറച്ച് ചിന്തകൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറുതായിട്ട് ആലോചിച്ച 1-2 ചെറിയ ചിന്തകൾ. ക്രൈസ്തവ ജീവിതം, നമ്മൾ ഒരു ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യൻ ലിവിങ്, ഹൗ ഡു വി ഫോളോ എ ക്രിസ്ത്യൻ ലിവിങ്. നമ്മൾ ക്രിസ്ത്യാനികളാന്ന് പറയുന്നു. ക്രൈസ്തവ പാരമ്പര്യം 2000 വർഷങ്ങൾ പിന്നിട്ടു. ഈ 2000 വർഷങ്ങൾ പിന്നിട്ട് നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുമ്പോൾ ഹൗ ഡു വി ഇന്റർപ്രറ്റ് ദ ക്രിസ്ത്യൻ ലിവിങ്? നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത്? ക്രൈസ്തവ ജീവിതവും വേൾഡ്ലി ലൈഫുമായിട്ട്, ലോകത്തിന്റെ ജീവിതവുമായിട്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിന്റെ ഒരു ബോർഡർ, ഒരു ബൗണ്ടറി നമ്മളെവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ലോകത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കാനല്ല ക്രിസ്തു പറഞ്ഞത്, മറിച്ച് ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ പലപ്പോഴായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒളിഞ്ഞ് ജീവിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാനദണ്ഡം എന്തായിരിക്കും? ക്രിസ്ത്യൻ ലിവിങ്ങിന്റെ ആദിമ കാലഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാർ ജീവിച്ചതുപോലെ, അല്ലെങ്കിൽ ആദിമ കാലഘട്ടങ്ങളിലെ വിശ്വാസികൾ ജീവിച്ചതുപോലെ അതിന്റെ ഒരു ഭാഗം, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണോ നമ്മളിന്ന് ജീവിക്കുന്നത്? അതോ സാഹചര്യങ്ങൾ മാറി പക്ഷെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? സാഹചര്യങ്ങളോടുകൂടെ, സംവിധാനങ്ങളോടുകൂടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിന് ചേഞ്ച് വന്നിട്ടുണ്ടോ? അതോ നമ്മുടെ പ്രൈമറി ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗോഡ് ഇപ്പോഴും സെയിം ആണോ? പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗോഡ് ഇപ്പോഴും സെയിം ആണോ? അന്ന് മനസ്സിലാക്കിയ പോലെ തന്നെയാണോ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്? അന്ന് ജീവിച്ച പോലെ തന്നെ ഇന്ന് ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്? മനുഷ്യന്റെ സാധാരണ ഒരു ജീവിതത്തിന്റെ, ബൈബിളിൽ തന്നെ പല എക്സാമ്പിൾസും കാണുന്നുണ്ട്. മനുഷ്യന്റെ സാധാരണ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒന്ന് സെൽഫ്ലെസ്നെസ്സും രണ്ടാമത് സെൽഫിഷ്നെസ്സുമാണ്. സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഇല്ലാതായി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന അവസ്ഥ. സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും കൂടെ കൂടി എൻ്റേതാക്കുവാനോ, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഭാവം, എനിക്ക് പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ നടക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം, എനിക്ക് കൂടുതലായിട്ടുള്ള സമ്പത്ത് സമാഹരിക്കാൻ ഉണ്ടാക്കണം, സാധിക്കണം. അങ്ങനെ 2 തരത്തിലാണ് മനുഷ്യനെ നമ്മൾ കാണുന്നത്. അത് ദൈവത്തിനോടുള്ള അടുപ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ദൈവത്തോട് ഞാൻ അടുക്കുന്നത് എൻ്റെ സെൽഫ്ലെസ്നെസ് കൊണ്ടാണ്, എൻ്റെ സെൽഫിഷ് ഡിസൈർസ് കൊണ്ടാണ്, എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തോട് അടുക്കുന്നത്. മറിച്ച് എൻ്റെ കാര്യം സാധിക്കാനല്ല, മറിച്ച് എന്നെ സൃഷ്ടിച്ചവനും എന്നെ പരിപാലിക്കുന്നതിനുമായ ദൈവം എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് എനിക്കൊരു കടപ്പാടുണ്ട്. ആ കടപ്പാടിനെ മാനിച്ചുകൊണ്ടാണ് നാം ദൈവത്തോട് അടുക്കുന്നത്. ഇങ്ങനെ ഒരു സെൽഫ്ലെസ്നെസ്സും നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ, നമ്മുടെ സാധാരണ ജീവിതത്തിലും നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും നമ്മുടെ ഫൈനാൻഷ്യൽ ലൈഫിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. നമ്മുടെ ഫാമിലി ലൈഫിലെല്ലാം കാണുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ആബേലിനെ കൊന്ന കയ്യിന്റെ അവസ്ഥ, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട്. അപ്പം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് കയ്യിന് ഒരു സെൽഫിഷ് ഡിസയർ ആയിരുന്നു. അതിനുവേണ്ടി തിന്മ ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറായ ഒരു വ്യക്തി അവിടെ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ തങ്ങളുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം തിന്മ ചെയ്യുന്നവരായിട്ടുള്ള ആൾക്കാർ നമ്മൾ പല രീതിയിലായിട്ട് പിന്നീട് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. യൂദാസ് തൻ്റെ 30 ശേക്കൽ വെള്ളിക്ക് വേണ്ടി ക്രിസ്തുവിനെ ക്രൂശിച്ചു. അതുപോലെ തന്നെ പല അവസരങ്ങളിലായിട്ട് വേദപുസ്തകത്തിൽ തന്നെ പല എക്സാമ്പിൾസ് നമ്മൾ കാണുന്നുണ്ട്. മെറ്റീരിയൽ ഡിസയേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കായിട്ട് ഒക്കെ മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ മറന്ന് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ. അപ്പോൾ നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിതം, ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് പലപ്പോഴും സെൽഫ്ലെസ് ആണ്. നമുക്ക് സ്വയം ഇല്ലാതായി കൊണ്ട് ഉള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിവിങ്ങിന്റെ
ക്രിസ്തു സെൽഫ്ലെസ് ആയിരുന്നു. ക്രിസ്തു തൻ്റെ ഉള്ള ഹെവൻലി പൊസിഷൻസ് എല്ലാം ഇട്ട് കളഞ്ഞിട്ട് ഭൂമിയിലേക്ക് വന്നു, മനുഷ്യന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന് സ്വയം ഇല്ലാതായി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് ക്രിസ്തുവിൻ്റെ ജീവിതം. ഈ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ ജീവിതത്തെ ഫോളോ ചെയ്യുവാൻ തക്കമാണ് മനുഷ്യൻ്റെ ശ്രമം. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നത് പോലെ തന്നെ സെയിന്റ് സ്റ്റീഫൻ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ജീവൻ കളഞ്ഞവനാണ്. അദ്ദേഹത്തിന് സെൽഫിഷ് ആയിട്ടുള്ള ഡിസൈർസ് ഒന്നും ഇല്ലായിരുന്നു, മറിച്ച് സഭയ്ക്ക് വേണ്ടി ജീവിതവും തൻ്റെ എല്ലാം കൊടുത്തവനായ ഒരു പരിശുദ്ധനെ നമ്മളോട് കാണുന്നത്. അതുപോലെ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി സ്വയം സമർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും ആ സ്വയ സമർപ്പണത്തിന് ശേഷം ആ സമർപ്പണത്തിലൂടെ ജീവിതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അപ്പോൾ ഈ ചിന്തയുടെ ഭാഗമായിട്ട് നാം ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ, അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോഴും എന്താണ് ചെയ്തത്? ഉയർത്തപ്പെട്ടവനായ ക്രിസ്തുവിൽ നിന്നും വിശ്വാസം സ്വീകരിക്കുകയും പിന്നീട് പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ അഗ്നിനാവുകളാൽ വിശ്വാസം പ്രചരിപ്പിക്കാൻ തക്കവണ്ണം നാനാദിക്കുകളിലേക്ക് പോയപ്പോഴൊക്കെ അപ്പോസ്തലന്മാരുടെ ചിന്ത തങ്ങൾക്ക് 2 ഉടുപ്പ് വേണ്ടായിരുന്നു, 2 ചെരുപ്പ് വേണ്ടായിരുന്നു, എല്ലാം ദൈവം നമ്മൾക്ക് തരും, സകലവും കരുതുന്നവനും കാക്കുന്നവനുമായ ദൈവം, കാക്കകൾക്കും പുൽച്ചെടികളെയും പരിപാലിക്കുന്നവനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്, നമ്മെ ഓരോ ദിവസം പരിപാലിക്കുമെന്നുള്ള ഉറപ്പ് അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. ഈ ഉറപ്പ് നമ്മുടെ വിശ്വാസത്തിന് നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വിശ്വാസികളാണെന്ന് പറയുന്നു, നമ്മൾ ക്രിസ്തു വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നു, ആരാധനകളിൽ പങ്കെടുക്കുന്നു. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ നമുക്ക് ധാരാളമായിട്ടും നമുക്ക് ആവശ്യത്തിന് എത്തുന്ന രീതിയിൽ തരുവാനൊക്കെ വേണം നമ്മുടെ ക്രിസ്തു ശക്തിയുള്ളവനാണ് എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉറപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മുടെ പിന്നീടുള്ള ജീവിതങ്ങൾ കേന്ദ്രീകരിക്കേണ്ടത്. ഈ ഒരു ഉറപ്പ് പലപ്പോഴും ഈ ഉറപ്പ് നമ്മൾ സ്വയം നേടിയെടുക്കേണ്ട ഒരു ഉറപ്പാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെ ജഡ്ജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കേണ്ട ഒരു ഉറപ്പമല്ല. മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഈ വിശ്വാസം കൊണ്ട് ദൈവം സകലവും കാത്തുകൊള്ളും, ദൈവം തൻ്റെ കരങ്ങളിന്മേൽ തൻ്റെ ചിറകുകളുടെ കീഴിൽ കാത്ത് പരിപാലിക്കുമെന്നുള്ള ഉറപ്പ്, ആ ഉറപ്പിനെ മനസ്സിലാക്കുവാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ആ ഉറപ്പിനെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ നാം ഓരോ രീതിയിലും കേന്ദ്രീകരിക്കേണ്ടത്. നമ്മുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം. അപ്പോൾ ദൈവത്തിന് ആദ്യമായിട്ടുള്ള പ്രാധാന്യം നൽകി, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ട് ആ പ്രാധാന്യം അവിടെ കുറയ്ക്കാതെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് നാം കടക്കേണ്ടത്. ഇസ്ഹാക്കിനെ കൊടുക്കുവാനൊക്കെ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാമിന് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, മറിച്ച് ഇസ്ഹാക്കിനെ കൊടുത്തു. അതിനു മുമ്പ് അബ്രഹാമിനോട് ഇന്ന് റോമാലേഖനത്തിൽ വായിച്ചതുപോലെ അബ്രഹാമിനോട് നിനക്ക് കുഞ്ഞുണ്ടാവും, 100-ാം വയസ്സിൽ നിനക്ക് കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞപ്പോഴും അബ്രഹാം സംശയിച്ചില്ല, മറിച്ച് സാറ സംശയിച്ചു. സാറ അപ്പോൾ മന്ദഹസിക്കുന്ന അല്ലെങ്കിൽ ചിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് ബൈബിളിൽ. അതേസമയം അബ്രഹാം വിശ്വസിച്ച് ദൈവം തന്ന അരുളപ്പാട് കൃത്യമായിരിക്കും, വ്യക്തമായിരിക്കും, ദൈവം തന്ന ഉറപ്പ് വ്യക്തമായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. ആ വിശ്വാസത്താലാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായിട്ട് വിളിക്കുന്നത്. അബ്രഹാമിന്റെ വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഉറപ്പ് ക്രിസ്തു തന്നു, ദൈവം തന്നു. ഇയ്യോബിന്റെ വിശ്വാസം പോലെ തന്നെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വീകരിക്കപ്പെടട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയും ദൈവത്തിന്റെ ഒരു കരുണയും ഒരു പരിപാലനവും ഉണ്ട്. അല്ല, ദൈവം നമ്മളെ മറക്കുന്നില്ല, ദൈവം നമ്മളെ എങ്ങും വിട്ടു കളയുന്നില്ല, നമുക്ക് എടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഭാരം ദൈവം നമുക്ക് തരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുവാൻ തക്കവണ്ണം മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ മാനുഷിക രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നാം ഇതിനെപ്പറ്റി ഒന്ന് ചോദ്യം ചെയ്യുന്നു വരും. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അയ്യോ എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നമ്മൾ സംശയിച്ചു വരും. അതൊക്കെ സാധാരണയാണ്. പക്ഷെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ പോലും കരുതുന്നവൻ ദൈവമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തന്നെ എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാൻ ആരെ ഭയപ്പെടണം? ഞാൻ മനുഷ്യനെ ഭയപ്പെടണം? ഞാൻ മനുഷ്യനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പിശാചുകളെ ഭയപ്പെടണം? ഞാൻ പിശാചുകളെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ ചിഹ്നമായ ക്രൂശ് എന്നോട് കൂടെയുണ്ട്. ഈ ക്രൂശ് സകല അനർത്ഥങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ ശക്തിയുള്ളവനാണ്. ഈ ക്രൂശിൽ ഉള്ള വിശ്വാസമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം.
ഈ ക്രൂശിലുള്ള വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങൾ പഴയ നിയമത്തിൽ പറയുന്നത് പോലെ തന്നെ 10 കൽപ്പനകൾ, അതിനുശേഷം ഗോസ്പലിൽ പറയുന്നത് പോലെ തന്നെ തന്നെ പോലെ തന്നെ ആൾക്കാരനെ സ്നേഹിക്കുക, അങ്ങനെയുള്ള കൽപ്പനകൾ ധാരാളം. അല്ലെങ്കിൽ പാവത്തിന്റെ അധീനതയിൽ നിന്ന് മാറി നിൽക്കുക. പൗലോസ്ലീഹ തന്റെ ലേഖനങ്ങളിൽ പറയുന്നത് പോലെ തന്നെ വിശ്വാസവും രക്ഷയും ഒക്കെ നമുക്ക് പുറംചട്ടയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അദൃശ്യ ശക്തികൾക്കെതിരെ പോരാടുവാൻ തക്കമുള്ള ഒരു ഉറപ്പും ശക്തിയും അതിനുള്ള ഒരു വിചാരവും ഒക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അതിന് നമുക്ക് ദൈവത്തോടൊരു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഈ രീതിയിലൊക്കെ മുന്നോട്ട് നയിക്കേണ്ടതൊക്കെയാണ് ആദ്യം തീരുമാനിക്കണം. ഈ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തോട് ചെയ്യുവാനുള്ള കാര്യങ്ങളുണ്ട്. ദൈവത്തിന് നമ്മൾ തിരിച്ചു നൽകേണ്ടതായ സ്തുതി, സ്തോത്രം, ദൈവത്തിന് നമ്മൾ തിരിച്ചു നൽകേണ്ടതായ ദശാംശം, ഈ കാര്യങ്ങളിലൊക്കെ നാം ഉത്തരവാദിത്തം കാണിക്കേണ്ടതായ ആവശ്യമുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് ധാരാളമായിട്ട് അനുഗ്രഹമായിട്ട് ധാരാളം കാര്യങ്ങൾ തരുമ്പോൾ ദൈവത്തിനും തിരിച്ച് ദൈവം ഒന്നും പിടിച്ചു വാങ്ങിക്കുന്ന സ്വഭാവക്കാരനല്ല, മറിച്ച് നമ്മൾ സ്വയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സമർപ്പിക്കുന്നത് ദൈവം സ്വീകരിക്കും. അതിനേക്കാളും 10 മടങ്ങ് നമുക്ക് തിരിച്ചു തരികയും ചെയ്യുമെന്നുള്ള വിശ്വാസവും നമ്മുടെ ഉള്ളിലുണ്ട്. അത് സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഓരോ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും സ്തോത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിലെല്ലാം നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നുണ്ടോ? അതോ ഈ കാണുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ദൈവത്തിനേക്കാളും ഉപരിയായിട്ട്, ദൈവത്തിനേക്കാളും മുകളിലായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഇതിനെ ദൈവത്തിനോടുകൂടി ദൈവത്തിൻ്റെ പ്രവർത്തനത്തോടുകൂടി ഒന്നിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഏറ്റവും ചെറിയൊരു ഉദാഹരണം ദശാംശം കൊടുക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ പറയുന്നു, മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നു, ദശാംശം ദൈവത്തിനുള്ളതാണ്. കാരണം ദൈവം നിനക്ക് നൽകുന്നതല്ല ദാനമാണ്. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലൂടെ വഴി നടത്തി കനാൻ ദേശത്തേക്ക് എത്തിച്ച ദൈവം, പ്രയാസങ്ങളിൽ കൂടെ ഇരുന്ന ദൈവം, ധാരാളമായി ഭക്ഷണം നൽകിയ ദൈവം, ഈ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹമായിട്ട് നമുക്ക് തരുമ്പോൾ ദൈവത്തിന് തിരിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതൊക്കെ നമ്മുടെ ചിന്തയുടെ വിഷയങ്ങളായിരിക്കണം. അതൊക്കെ ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ട് ഒരു ക്രമപ്പെടുത്തിയ ജീവിതമായിരിക്കണം ക്രൈസ്തവ ജീവിതം. അത് ബൈബിളിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണം. അതിന് ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് പോലും ക്രിസ്തുവിൽ വിശ്വാസം, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കേണ്ടതായ ആവശ്യം. സർവത്തിലും എന്നെ കാക്കുവാനും എന്നെ നയിക്കുവാൻ തക്കവണ്ണം ഉള്ള ക്രിസ്തു ഉണ്ട് എന്നുള്ളതായിരിക്കണം ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം. അതിൽ നിന്നുകൊണ്ടായിരിക്കണം നാം നമ്മുടെ മാളിക പണിയാൻ തക്കവണ്ണം ശ്രമിക്കേണ്ടത്. ദൈവത്തിൻ്റെ നാമം